നല്ല പെൺപിള്ളേര് പോയി പെടുക ഇങ്ങനത്തെ ലോക്കൽ അലവലാതി ആൺപിള്ളേരുടെ അടുത്താണ്. ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേര് പോയി പെടുക കുറെ ലോക്കൽസിന്റെ ഇടയിലാണ്. ലോക്കൽ എന്ന് ഞാൻ പറഞ്ഞത് പണം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടാ, അലവലാദികളായിട്ടുള്ള ആൺപിള്ളേർക്ക് കിട്ടുന്ന, അലവലാദികൾ ഇൻ ദ സെൻസ് എല്ലാ തെണ്ടിത്തരത്തിലും നടക്കുന്ന ആൺപിള്ളേരുടെ അവരുടെ റിലേഷൻഷിപ്പിലുള്ള പെൺപിള്ളേരെ കണ്ടാൽ നമുക്ക് തോന്നും, അയ്യോ ഇത്ര ഭംഗിയുള്ള പെണ്ണോ, ഇതാണോ അവന്റെ, അങ്ങനെ അത് എന്ത് സംഭവം മനസ്സിലാവുന്നത്. കുളിക്കാണ്ട് നനയ്ക്കാണ്ടൊക്കെ നടക്കുന്ന ചെക്കന്മാരാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം. ഇപ്പത്തെ ഫാഷൻ ആയിരിക്കും. ഏറ്റവും നല്ല പെൺപിള്ളേര് പോയി കുളിക്കാത്ത നനക്കാത്തയും ചെക്കന്മാരെയാണോ നോട്ടം? ഞാൻ നല്ല വൃത്തിയുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളൊന്നും മൈൻഡ് ചെയ്യാത്തത്. നിഷ റാഫേൽ ഇവരുടെ റീൽസ്, ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, അത്യാവശ്യം കാണാറുണ്ട്. അപ്പൊ നിഷ റാഫേൽ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നു. എങ്ങനെ യോജിക്കുന്നില്ല എന്നുള്ളത്? അല്ല, അവരുടെ പല സ്റ്റേറ്റ്മെന്റും എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇതെന്താ പറഞ്ഞ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അവര് പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പത്തെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ലാസ്റ്റ് അവര് ഒരു തമാശ എന്നുള്ള രൂപയാണ് പറഞ്ഞത്. അവര് പറഞ്ഞതില് ഞാൻ കുറെയൊക്കെ ശരി കാണുന്നുണ്ട്. എന്താ ഈ കൂടുതലും ഈ അലമ്പ് എന്ന് അവര് പറയുന്നത്, അല്ലെ ലോക്കൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാക്ക്. ലോക്കൽ എന്ന് പറയുന്നത് അതായത് നല്ല പെൺപിള്ളേർ പോയി പെടുന്നത് ലോക്കൽ ലോക്കൽ അലമ്പ് ടീമിന്റെ കൂടിയാണ്. അത് വേണമെങ്കിൽ ഒരു 10 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം. പക്ഷെ എല്ലാരെയും അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാവരും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് അങ്ങനത്തെ. ഇപ്പൊ എന്ത് ട്രെൻഡിങ്? അതായത് ലൈഫിന്റെ അല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ വെച്ചാൽ പെൺകുട്ടികള്, ഞാനിപ്പോ 2000-ലാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 2K കിട്ടെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ബുദ്ധി ഇല്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ തുറന്നാല് കാണുന്നത് ഇതുപോലെ പെൺകുട്ടികള് റീല് ചെയ്യുന്ന, ആൺകുട്ടികളെ കൂടെ പോകുന്ന, അങ്ങനത്തെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം പെൺകുട്ടികൾ എന്ത് കണ്ടിട്ടാണ് ഈ 10ാം ക്ലാസ് +1 പാസ്സാകുമ്പോക്കും ഇത്തരത്തിലുള്ള ആൺകുട്ടികളെ കൂടെ പോകണമെന്ന് നമുക്കറിയില്ല. അത് വേറെ കാര്യം. പക്ഷെ ഇവരിങ്ങനെ പറയുമ്പോ എല്ലാ പെൺകുട്ടികളും ഒന്നടങ്കാണ്. ഇത്തരത്തിലുള്ള ആൺകുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ നിങ്ങൾ ഇത് കോമൺ ആയിട്ടല്ലോ എല്ലാ പെൺകുട്ടികളെ അടച്ചാക്ഷി അങ്ങനെ പറയും. പക്ഷെ എന്നാലും കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ പോകുന്നത് അത്തരത്തിലുള്ള ആണുങ്ങളുണ്ട്. പക്ഷെ ഒരാളുടെ രൂപം നോക്കിയിട്ട് അയാള് ലോക്കലാണ് അല്ലെങ്കിൽ കാണാൻ കൊള്ളാത്തവരാണെന്ന് പറയാൻ പറ്റുമോ? അതാ അവര് പറയുന്നുണ്ടല്ലോ ലോക്കൽ. അവര് പറഞ്ഞ ലോക്കൽ ഉദ്ദേശിച്ച പണം ഇല്ലാത്തവരെ അല്ല. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ മാത്രമല്ല ഒരു സെക്കൻഡ് ഞാൻ വിശദീകരിച്ചു തരാം. അവര് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. അവര് പറയുന്ന ലോക്കൽ എന്ന് പറയാ, അലവലാതി എന്ന് പറയുന്നത് സാധാരണക്കാരെയല്ല. അവര് പറയുന്ന എല്ലാ അലമ്പും കച്ചറയിലും പോയി പെടുന്ന ആൺകുട്ടികളെയാണ് പറയുന്നത്. ഉദാഹരണം, ഒരു പത്രം എടുത്ത് വെക്കുക രാവിലെ, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, മാധ്യമം, ദീപിക, ചന്ദ്രിക, ജന്മഭൂമി, ഒരുപാട് പത്രങ്ങൾ, 10-20 പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ. എടുത്തിട്ട് ഓരോ ക്രൈം മീൻസ് ഏറ്റവും കൂടുതൽ നോക്കും MDMA-യുമായി പിടികൂടി, അത് മാത്രം നോക്കിയാൽ മതി. ആ വാർത്തകൾ മാത്രം നോക്കുക രാവിലെ മുതൽ. ഒരു 10 ദിവസം എടുത്ത് നോക്കിക്കോ, ഈ ചെക്കന്മാരുണ്ടാവും, അലമ്പ്, ആ കേസിലെ പ്രതികളായിരിക്കും. MDMA-യുമായി പിടിയിൽ, യുവതിയും എന്താ പറയാ കാമുകനും അറസ്റ്റിൽ ഉണ്ടാവും. കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുടെ കുറ്റതല്ല, ഞാൻ അവര് പറഞ്ഞതിന്റെ അതിലാണ് വരുന്നത്. MDMA-യുമായി പിടിയിൽ, കാമുകനും കാമുകിയും MDMA കടത്തുന്നതിനായിട്ട് പിടികൂടി, അല്ലെങ്കിൽ ഇവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് പിടികൂടി. കാണാൻ കൊള്ളാവുന്ന കുടുംബത്തിൽ പിറന്ന പെൺകൊച്ചായിരിക്കും. അപ്പൊ ഈ അലമ്പ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ പെൺകുട്ടി അലമ്പല്ലേ? എന്തുകൊണ്ട് ഇവര് അങ്ങനെ പെൺകുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നു? ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്ന, നല്ല വശം ഏതാണോ അവിടെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊക്കെ ചെന്ന് പെടുന്നത് ഈ അലവലാദികളായ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെക്കന്മാരെടുത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാണ്, കാമുകനും കാമുകിയും MDMA ആയിട്ട് പിടിയിലായി എന്നൊക്കെ. ഇപ്പൊ ഈ കാമുകയാണ് MDMA ആയിട്ട് കാമുകനെ വിളിച്ച് കൊണ്ടുപോയതെങ്കിലോ, അതെന്താ പെൺകുട്ടിക്ക് അങ്ങനെ ആയിക്കൂടെ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊന്നും അങ്ങനെ ചെയ്യാത്തവരാണ്. അങ്ങനെ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഇവര് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ്. ഇവര് പറഞ്ഞത് നമ്മളൊരു നോർമലി ടോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവര് പറഞ്ഞത് തെറ്റാണ്. എങ്ങനെ തെറ്റാവും? അതായത് ഇവര് ഉദ്ദേശിച്ചത് പണം ഇല്ലാത്ത ആണുങ്ങളല്ല ഞാൻ പറഞ്ഞത് അലവലാതി. ഈ ബാക്കിയുള്ള ആണുങ്ങളൊക്കെ അലവലാദികളാണെന്നാണ്. എന്റെ നാട്ടിലൊക്കെ ഒരു ചെറിയ കേസിൽ പിടിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ കുടുങ്ങി പോയാലോ
കുടുങ്ങി പോയാലോ ഒരു ബുദ്ധിമോശമൊക്കെ ഇപ്പൊ ആരും കാണിക്കും. ഞാൻ അത്തരത്തിൽ അവരെ ന്യായീകരിക്കല്ല. പക്ഷെ അത്തരത്തിൽ കുടുങ്ങി പോയവരും ഇത്തരത്തിലുള്ള ആണുങ്ങളൊക്കെ ഇങ്ങനെ അലവലാദികളും വില കെട്ടവരും കാണാൻ കൊള്ളാവുന്നതരും. ഈ ഭംഗിയുള്ള പെണ്ണുങ്ങള് ഭംഗിയുള്ള ആണുങ്ങളെ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളെ മനസ്സിലാക്കുന്ന പാർട്ട്ണർ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ വിരൂപനൊന്നുമല്ല. എനിക്ക് ആണെന്നാരും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തായാലും മനോഹരിയായ ഭാര്യയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ എന്താ പറയാ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. ഇപ്പൊ ചേട്ടൻ ഒരു നല്ല പെൺകുട്ടീനെ കണ്ടു, സംസാരിച്ചു, ആ കുട്ടിക്ക് ചേട്ടന്റെ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ ഇഷ്ടപ്പെട്ട ഭംഗി നോക്കാത്ത പെൺകുട്ടികളും ഉണ്ട്. ഞാൻ പറയുന്നത് അതല്ല, ഇപ്പം അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ചേട്ടൻ ഉദാഹരണം പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് അവര് പറഞ്ഞത് കൊറേയൊക്കെ ശരിയുണ്ട്, കുറച്ച് ഭാഗം. പക്ഷെ അവരങ്ങനെ പറഞ്ഞതെന്നാ അത് മാത്രം മുൻനിർത്തി പറയണായിരുന്നു. അവർ പറഞ്ഞത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ചെക്കന്മാരെ കൂടെയാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കുറെ കേസില് കാണാൻ കൊള്ളാത്ത പെൺകുട്ടികളും പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നൊന്നും കാണാൻ അത്രമാത്രം ഭംഗി ഉണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് ദൈവം തന്നൊരു സാധനം എന്റെ അടുത്തുണ്ട്. അപ്പൊ എല്ലാ പെൺകുട്ടികളും ഒരുപാട് കളറുള്ളവരോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരോ ഒന്നും ആവണമെന്നില്ല. പക്ഷെ നല്ല മനസ്സിന് ഉടമയായിരിക്കും ചിലപ്പോ. അപ്പൊ ഈ കാണാൻ കൊള്ളാവാത്ത പെണ്ണുങ്ങള് ഇങ്ങനത്തെ കൂടെ പോയാൽ അത് പ്രശ്നമില്ലേ? ഇത് അവരുടെ കാഴ്ചപ്പാടല്ലേ. അവരുടെ അപ്പൊ ഈ സുന്ദരികൾ മാത്രം പോയാലാണോ പ്രശ്നമുള്ളൂ? ഭംഗിയില്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അവര് പോയാൽ പ്രശ്നമില്ലേ? അവരെന്തോ ആയിക്കോട്ടെ എന്നാണോ? ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ ആ റീൽസ് മുഴുവനും കണ്ടിട്ടില്ല. അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷെ ഇവരുടെ പല സ്റ്റേറ്റ്മെന്റും ഇങ്ങനെ അവിടെ എവിടെ തൊടാതാണ് ഇവർ പറയാറുള്ളത്. അത് നമ്മൾ ഇത് കട്ട് ചെയ്തിടുന്ന ആളുകളെ കുറ്റം പറഞ്ഞാൽ മതി. നമ്മൾ അത് മാത്രമാണല്ലോ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, പലരും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ വശം എന്ന് പറയുന്നത് പല പെൺകുട്ടികളുടെയും ജീവിതം തകരുന്നു. ആ ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയൊക്കെ കിട്ടേണ്ട പെൺകുട്ടികളുടെ അവസാനം ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ MDMA അങ്ങനെ എത്തുന്നു എന്ന് പറയുന്നിടത്താണ് ഈ ഓരോ പെൺകുട്ടികളുടെയും സ്വഭാവം അനുസരിച്ചിരിക്കും. അല്ലാതെ നിഷാറാഫിന് മുമ്പ് അവിഹിതം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റീൽസ് ഇറങ്ങിയിരുന്നു. അവിഹിതത്തിന് എന്താ കുഴപ്പം? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതിൽ ആ പെൺകുട്ടികളെ മാത്രം അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് ഇപ്പൊ ഈ റീല് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. പക്ഷെ ആൺകുട്ടികളെ ഈ പെൺകുട്ടി വിളിച്ച് കൊണ്ടുപോകുന്നതാണെങ്കിലോ ഈ ആൺകുട്ടികളെ അങ്ങനെ ആയിക്കൂടെ? അതായത് ഇവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ആണുങ്ങളെ കൂടെയാണ്. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞ സാധനം അല്ല, അവരെടുത്ത് പറഞ്ഞ സാധനം ക്യാഷ് ഇല്ലാത്തവരെല്ലാം ഞാൻ ലോക്കൽസ് എന്ന് വിളിച്ചത്. അപ്പൊ പിന്നെ കച്ചറ ടീം എന്ന് പറയുമ്പോ അത്തരത്തിൽ അങ്ങനെ വലുതായി കച്ചറ ഉള്ളവരൊന്നും ഉണ്ടാവില്ല. ഇവരെ നോക്കുന്നവരാവില്ലേ? അതായത് ഇങ്ങനെ ഒരു ഞാൻ പറയട്ടെ, ഒന്ന് മുടി വളർത്തിയാല് അല്ലെങ്കിൽ ഒരു മാലയും കമ്മലും ഒരു ആൺകുട്ടി ഇട്ടാല് ഇപ്പത്തെ നിങ്ങളെ പോലത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് കച്ചറ ആൺകുട്ടി എന്നാ. പറയൂ. കല്യാണം കഴിക്കുവോ? രാവിലെ മുതൽ രാത്രി വരെ കള്ളു കുടിച്ച് മദ്യവെച്ച് ബാറിന്ന് ഇറങ്ങാത്ത ഒരാളെ ഒരേ സമയം പല സ്ത്രീകളുമായി ബന്ധമുള്ള ഒരുത്തന്നെ നീ കല്യാണം കഴിക്കും? ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അവര് പറഞ്ഞത്. നിങ്ങളുടെ ജനറേഷനിലുള്ളവര് ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാ ഒന്ന് മുടി വളർത്തിയാല് ഒരു ലൂസുള്ള ഡ്രസ് ഇട്ടാല് ഒരു കമ്മലയും ഇതൊക്കെ ഇട്ടാല് അങ്ങനത്തെ ആൺകുട്ടികളൊക്കെ കച്ചറയാണെന്നാണ് നിങ്ങളുടെ ചിന്ത. അത്തരത്തിലല്ലെന്നേ പറയാനുള്ളൂ.